السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. ബഹുമാനപ്പെട്ട സത്യവിശ്വാസിനികളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ നല്ല നല്ല ഓർമ്മകൾ എപ്പോഴും മനസ്സിൽ കാത്ത് സൂക്ഷിക്കാറുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓർക്കാറുണ്ട്. നമ്മൾക്ക് ചിലപ്പോൾ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടാവും, റാങ്ക് അല്ലെങ്കിൽ എൻട്രൻസ് കിട്ടി, അതല്ലെങ്കിൽ പലരുടെ കല്യാണത്തിൻ്റെ ഫോട്ടോകൾ. ഇതൊക്കെ കല്യാണത്തിന് ശേഷം പിന്നെയും വർഷങ്ങൾക്ക് ശേഷം ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കാറുണ്ട്. അല്ലെങ്കിൽ മക്കളെ ജനിച്ച ചെറിയ കുട്ടിക്കാലം, മക്കളുടെ ചെറിയ ഫോട്ടോകളൊക്കെ പലരും അത് എടുത്ത് വെച്ചിട്ട് പിന്നെ എപ്പോഴെങ്കിലും ചിലപ്പോൾ നോക്കാറുണ്ട്. നമ്മൾ ചിന്തിക്കാറുണ്ട് നല്ല നല്ല ഓർമ്മകൾ. തീർച്ചയായിട്ടും നല്ല നല്ല ഓർമ്മകൾ നമ്മൾ ഒരുപാട് ചിന്തിക്കാം. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ഒരുപാട് നമ്മൾ എപ്പോഴും ചിന്തിച്ചു കൊണ്ടേയിരിക്കണം. നേരെ മറിച്ച് നാളെ ഉറപ്പായിട്ട് സംഭവിക്കാൻ പോകുന്നൊരു രംഗമുണ്ട്. അതാരും തന്നെ ഒരിക്കലും ചിന്തിക്കില്ല. ഉറപ്പാണ്, ഹൃദയത്തിൽ 100% ഉറപ്പുണ്ട്. പക്ഷെ ഉറപ്പുണ്ടായിട്ട് പോലും പലരും അത് ചിന്തിക്കുന്നില്ല. ഇനി അങ്ങനെ ഓർമ്മ വന്നാൽ തന്നെ ഉടനെ തന്നെ അത് മറന്നു പോവാനും ശ്രമിക്കാറുണ്ട്. അതേതാണെന്ന് വെച്ചാൽ എൻ്റെ മരണത്തിൻ്റെ സമയം. നമ്മൾ ഒന്ന് ആത്മാർത്ഥമായിട്ട് സഹോദരന്മാരെ, ഒന്ന് വിനീതമായ അഭ്യർത്ഥനയാണ്. ഇന്ന് തൊട്ട് കഴിഞ്ഞ കാലം നല്ല നല്ല കാലങ്ങളൊക്കെ ഓർക്കാം. നേരെ മറിച്ച് ഞാൻ നന്നാവണം എന്നുണ്ടെങ്കിൽ, നിങ്ങൾ നന്നാവണം എന്ന് നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ, വെറുതെ ഒരു വ്യാമോഹമല്ല, എനിക്ക് ഇനിയും നന്നാവണം, കുറച്ചുകൂടി ദീനിനോട് അടുക്കണം, ഇത് വെറുതെ നാവോടൊരു വർത്തമാനം പറയുകയും ഹൃദയത്തിൽ വേറെ വികാരമാവരുത്. കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇന്നഹു അലീമും ബിദാത്തി സുദൂർ. എൻ്റെ നേടെ ഹൃദയം ഉണ്ടല്ലോ, ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ളൊരു വികാരമുണ്ട് സഹോദരന്മാരെ. ഇതറിയുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു തആല. ഞാൻ എന്തിൻ്റെ പിന്നാലെയാണോ ലോകത്ത് പോയി ഓടിക്കൊണ്ടിരിക്കേണ്ടത്, അള്ളാഹുവാണ് സത്യം. അള്ളാഹു നമ്മളത് പൂർണ്ണമായി നൽകി തൃപ്തിപ്പെടുത്തി തരും. എനിക്കൊരുപാട് ബാങ്ക് ബാലൻസ് ആവശ്യമുണ്ടെങ്കിൽ അള്ളാഹു തരും. ഒന്നും വിഷമിക്കേണ്ട, തരും സഹോദരന്മാർ. എനിക്കൊരുപാട് പേരും പ്രശസ്തിയും സ്ഥാനമാനങ്ങളും എല്ലാം ആവശ്യമുണ്ടെങ്കിൽ അതും അള്ളാഹു തരും. നിങ്ങൾ ഒന്നും വിഷമിക്കേണ്ട. നിങ്ങൾ നിസ്കരിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഇഹലോകത്തിന് എന്തൊക്കെ വേണം അള്ളാഹു തരും. അള്ളാഹു റഹ്മാനാണ്. എന്ന് നേരെ മറിച്ച് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എൻ്റെ റബ്ബിനെ തൃപ്തിയാണ്. എൻ്റെ റബ്ബിൻ്റെ തൃപ്തി, എൻ്റെ റബ്ബിനെ എനിക്ക് കണ്ടുകൊണ്ട് കാണണം. ആത്മാർത്ഥത ഉണ്ടോ? ഈ ആത്മാർത്ഥത വരണ ഏറ്റവും ആവശ്യം നിങ്ങൾ ഓരോരുത്തരും ഇന്ന് തൊട്ട് ചിന്തിക്കുക. എൻ്റെ സ്വന്തം മരണം, ആ രംഗമൊന്ന് ഓർക്കുക സഹോദരന്മാരെ. ഇതെവിടെയായിരിക്കോ അല്ലാഹു അഅലം. നടു റോട്ടിലാണോ അല്ലാഹുവേ? അതല്ല ICUവിൽ വെന്റിലേറ്ററിലാണോ? അതല്ല ഞാൻ പള്ളിയിൽ സുജൂദിൽ കിടക്കുമ്പോഴാണോ? അല്ലാഹു നമുക്ക് ഏറ്റവും നല്ല ഭംഗിയായ മനോഹരമായ പള്ളിയിൽ എന്നെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, യൗമുൽ ജുമാ ദിവസം, റമദാനിലെ അവസാനത്തെ 10 മസ്ജിദുൻ നബവിയിൽ വെച്ചിട്ട് തന്നെ അല്ലാഹുവേ മരിക്കാനുള്ള വലിയ തൗഫീഖ് അല്ലാഹു നമ്മൾ ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കട്ടെ, ആമീൻ. അതല്ല ഞാൻ എൻ്റെ ഭാര്യയുടെ മടിയിലാണോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ്, സ്വന്തം ഭാര്യയുടെ മടിയിൽ നിന്നാണ് മരണപ്പെട്ടത്. അപ്പൊ നമ്മൾ ആ രംഗം ഒന്ന് നമ്മൾ ഇടക്കിടക്ക് ഇങ്ങനെ ഓർത്തുകൊണ്ടേയിരിക്കണം സഹോദരന്മാരെ. പലർക്കും വെറുപ്പാണ് അങ്ങനെ ഓർക്കുന്നതാ, അതവിടെ മാറ്റി വെക്കുന്നത്. ഇഷ്ടമല്ല സഹോദരന്മാരെ. എനിക്കൊരിക്കലും പിടുത്തം കിട്ടാത്ത, ഉറപ്പായിട്ട് നടക്കാൻ പോകുന്ന സംഭവത്തിനെ പറ്റി കേൾക്കാൻ ഇഷ്ടമില്ല. അത് മനസ്സ് കടുത്തു പോകണ്ട. ഇത് 10 വയസ്സുള്ള കുട്ടിയുടെ അവസ്ഥ ഇതാണ്, 50 വയസ്സുള്ള ആൾക്കാരുടെ അവസ്ഥ ഇതാണ്, 90 വയസ്സുള്ള മനുഷ്യന്റെ അവസ്ഥ ഇതേ അവസ്ഥയാ. മരണത്തെ പറ്റി ഒന്നും ചിന്തിക്കണ്ട. അത് വരുമ്പൊന്ന് വന്നോട്ടെ, അത് വന്നിട്ട് ഇങ്ങനെ കാറ്റ് വീശിയ പോലെ അങ്ങ് പോയിക്കോട്ടെ. എല്ലാവരും മരിക്കും, ഞാനും മരിക്കും, നിങ്ങളും മരിക്കും, തീർച്ചയായിട്ടും. പക്ഷെ നമ്മളെ രംഗം ഒന്ന് മനസ്സിൽ ഇടക്കിടക്ക് കണ്ടോക്ക്. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. അല്ലാഹുമ്മ അസ്അലുക ഹുസ്നുൽ ഖാത്തിമ, അല്ലാഹുമ്മ ജഅൽ ആഖിറ കലാമിന മിനദ് ദുനിയ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അള്ളാഹു നല്ല സ്ഥലത്ത് ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഖുർആൻ ഓതുമ്പോൾ ഏറ്റവും ഭംഗിയ മനോഹരമായ ഈമാന്റെ അവസ്ഥയിൽ എന്നെ മരിക്കാനുള്ള തൗഫീഖ് നൽകണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. നമുക്കൊക്കെ തെറ്റിദ്ധാരണ എന്താ അറിയോ? മരിക്കുമ്പോൾ എങ്ങനെയെങ്കിലൊക്കെ ഈമാനങ്ങ് പൊന്തി വരൂ, അപ്പൊ വേണേ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാ. അള്ളാഹു ആണ് സത്യം സഹോദരന്മാർ. ഒരുപാട് മരണം കണ്ടുകൊണ്ടിരിക്കുന്നോണ്ട് പറയുന്നതാണ്. മുസ്ലിങ്ങളെ മഹാഭൂരിപക്ഷം പേര് മരിക്കുന്നത് ഹൃദയം പൊട്ടിയിട്ട്, മുഖത്തിൽ ഒരുപാട് ദുഃഖിതരായിട്ട്, നിരാശരായിട്ട്.
ലാ ഇലാഹ ഇല്ലല്ലാഹ് പോയിട്ട് മതം പോയിട്ട് ഒന്നും ബോധമില്ല. എന്തിനു വേണ്ടി ഞാൻ ജീവിച്ചു, ആർക്ക് വേണ്ടി ജീവിച്ചു, എന്തിനു വേണ്ടി ഇത്ര സമ്പാദിച്ചു, ഞാനിപ്പോൾ എന്ത് നേടി, എല്ലാം വെറും കൈകൊണ്ടാണല്ലോ പോകുന്നത്. ഒരു താബി ചോദിച്ചു ഒരു പണ്ഡിതനടുത്ത്, എനിക്കെന്താ ഈ മരണത്തെ പറ്റി ഇങ്ങനെ വല്ലാണ്ട് ഭയം. പണ്ഡിതൻ പറഞ്ഞു കൊടുത്ത്, നിനക്ക് തീർച്ചയായിട്ടും ഭയം ഉണ്ടാവും. എന്തുകൊണ്ടാ? നീ ജീവിതം മുഴുവനും കൊട്ടാരം ഉണ്ടാക്കാൻ ഇതിനാ ദുനിയാവിലെ കൊട്ടാരത്തിന് വേണ്ടിയിട്ട് നീ ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചു. ഈ കൊട്ടാരം വിട്ടുപോകുമ്പോൾ വിഷമമുണ്ട്. നാളത്തേക്കുള്ള അവിടെ മുത്തുകളുടെ കൊട്ടാരം, പ്രവാചകനെ ക്ഷണിക്കാൻ പറ്റുന്ന ഒരു കൊട്ടാരം ഞാനും നിങ്ങളും ആഗ്രഹിച്ചിട്ടില്ല, മോഹിച്ചിട്ടില്ല, അതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടില്ല, അതിനുവേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല. അപ്പൊ ഞാൻ പോകാൻ പോകുന്ന സ്ഥലം അതിഭീകരമായിരിക്കും. ആലോചിക്ക് സഹോദരന്മാരെ, ഒന്നും കൂട്ടിയ രണ്ടാവും എന്നും കൂടി ബോധമില്ലാത്ത മനുഷ്യനെ 10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് ഇരുത്തിയാൽ എന്തുണ്ടാവും സഹോദരന്മാരെ? ഇതേപോലെയാണ് മുസ്ലിങ്ങളുടെ മഹാഭൂരിപക്ഷം പേരുടെ അവസ്ഥ. നമ്മൾ മനസ്സിലാക്കണം. ICUവിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ആംബുലൻസിലേക്ക് പോകുമ്പോഴൊക്കെ ഈ ഓക്സിജൻ സപ്ലൈ മൂക്കിലോട്ട് വെച്ചരും ICUവിൽ. അതിങ്ങനെ മൂക്കിലോട്ട് ഓക്സിജൻ കിട്ടുമ്പോൾ കുറച്ചൊരു ആശ്വാസം ഉണ്ടാവും. ഇതേപോലെ തന്നെ ഈമാൻ ഒരിക്കലും എവിടെയും സെൻട്രൽ ലൈനിലോട്ട് സപ്ലൈ ഇല്ല സഹോദരന്മാരെ. ഈമാൻ അങ്ങനെ ഫ്രീ ആയിട്ട് അപ്പം കിട്ടില്ല. അതിനു വേണ്ടി ഞാൻ ഇന്ന് തൊട്ട് ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചില്ലെങ്കിൽ അന്ന് ഈമാൻ പെട്ടെന്ന് ഹൃദയത്തിൽ നിന്ന് പൊട്ടി മുകളിലോട്ട് വരില്ല. ആകാശത്ത് നിന്ന് താഴോട്ടേക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇറക്കി തരില്ല. അതിനെന്ത് വേണം? ഇന്ന് തൊട്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് പരിശ്രമം തുടങ്ങുക. അതിനെന്ത് വേണം? ഇന്ന് എൻ്റെ അവസാനത്തെ ദിവസമാണ് നിങ്ങൾ തീരുമാനിച്ച് ജീവിച്ചു നോക്കൂ സഹോദരന്മാരെ. അപ്പൊ അതിനെന്ത് ചെയ്യും? നമ്മൾ തഹജ്ജുദ് വെച്ച് തുടങ്ങും. എന്താ? ഇന്ന് ഞാൻ മരിച്ചു കഴിഞ്ഞാലേ, ഇന്ന് നമ്മൾക്കൊക്കെ കുഴപ്പം എന്താ സഹോദരന്മാരെ? നമ്മളൊക്കെ മുസ്ലിങ്ങൾ മഹാഭൂരിപക്ഷം പേര് ക്ലാസ് എടുക്കുന്ന ആൾക്കാരും ക്ലാസ് കേൾക്കുന്ന ആൾക്കാരായിട്ട് മാറിപ്പോയി. അതായിപ്പോ ഇന്ന് ക്ലാസ് എടുക്കാൻ ഒരുപാട് പേരുണ്ട്. എന്നിട്ട് പോകുമ്പോൾ 500, 1000 ഒക്കെ ഒന്ന് വെക്കും. എന്നിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് പോവാം. ആ മനുഷ്യന്റെ ദൗത്യം കഴിഞ്ഞ് ക്ലാസ് എടുത്തു കഴിഞ്ഞ് നല്ല പരിപാടി ആയിരുന്നു കേട്ടോ, അത് പറയാൻ ഒരുപാട് പേരുണ്ടോ. ക്ലാസ് കണ്ടിരുന്നു, അടിപൊളി ക്ലാസ്, പടച്ചോനെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി. എൻ്റെ മനുഷ്യൻ പോയിട്ട് കിടന്നുറങ്ങി രാവിലെ ഫജ്ർ ജമാഅത്ത് നഷ്ടപ്പെടുത്തും. അപ്പൊ ക്ലാസ് എടുക്കാനും ഒരുപാട് എടുക്കുന്നുണ്ട്, ക്ലാസ് കേൾക്കാനും ഇന്ന് ഒരുപാട് പേരുണ്ട്. കേൾവിയും സംസാരക്കാരും മാത്രമായി പോയി. അള്ളാഹ് ചോദിക്കുന്ന സഹോദരന്മാരെ, ഇന്ന് ഞാൻ മരണപ്പെട്ട് അള്ളാഹ് ചോദിക്കുക, നിനക്ക് തഹജ്ജുദിനെ പറ്റി അറിയോ? അത് എത്ര റക്കാത്താണ്? 11 വേണോ 13 വേണോ? അവസാനത്തെ 3 റക്കാത്തിൽ ഏതൊക്കെ സൂറത്തുകൾ ഓതുമെന്ന് അള്ളാഹുവിന്റെ സത്യം എന്നോട് നിങ്ങളോട് അള്ളാഹ് ആദ്യം ചോദിക്കില്ല. അള്ളാഹ് ചോദിക്കുക, ഇന്ന് നിനക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇന്ന് 5 ജമാഅത്ത് കിട്ടിയിട്ടുണ്ടോ? അൽഹംദുലില്ലാ. സഹോദരന്മാരെ, അപ്പൊ ഇന്ന് അവസാനത്തെ ദിവസമായിട്ട് മാറിയിട്ട് നമ്മളൊന്ന് ആത്മാർത്ഥമായിട്ട് മാറ്റങ്ങൾ വരട്ടെ. നാളേക്കല്ല, ഇന്ന് തൊട്ട് തഹജ്ജുദ് വെച്ച് തുടങ്ങി. ഇൻഷാ അള്ളാ ഞാൻ 5 ജമാഅത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കും. ഇൻഷാ അള്ളാ തിങ്കൾ വ്യാഴം സുന്നത്ത് നോമ്പുകൾ എടുക്കും. ഇൻഷാ അള്ളാ ഞാൻ എന്നിൽ അള്ളാഹുവിന്റെ ധിക്കാരം ഏതിലൊക്കെ ഉണ്ട്. ഞാൻ ഹിജാബ് ധരിക്കാൻ തുടങ്ങിയിട്ടില്ല, ഇന്ന് തൊട്ട് തുടങ്ങി. ഞാൻ അനാവശ്യമായ സിനിമയിലും പാട്ടിലൊക്കെ ലയിച്ചു പോയിട്ടുണ്ട്. ഇത്രയും പെട്ടെന്ന് ഞാൻ വിട്ടു നിൽക്കാൻ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കും. ഞാൻ പലിശേന്റെ അറിയാതെ തിന്നു പോയിട്ടുണ്ട്. ഒരു അസ്തഗ്ഫിറുല്ലാ എന്ന് നിഷ്കളങ്കമായിട്ട് പറഞ്ഞിട്ട് നിങ്ങൾ അതിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള നിയത്ത് ഈ നിമിഷം ചെയ്യേ. അങ്ങനെയാണ് അടുത്ത നിമിഷം മലക്കുൽ മൗത്ത് വന്ന് ഇറങ്ങിക്കോട്ടെ എന്ന് ധൈര്യപൂർവ്വം എനിക്ക് നിങ്ങൾക്ക് പറയാൻ പറ്റും സഹോദരന്മാരെ. വിഷമിക്കണ്ട. എന്താ, ഞാൻ നിയത്ത് ചെയ്തിട്ടുണ്ട്. ഞാൻ ഖുർആൻ തദബ്ബുർ ചെയ്യാൻ 114 സൂറത്ത് തദബ്ബുർ ചെയ്യാൻ ആത്മാർത്ഥമായിട്ട് ഞാൻ നിയത്ത് ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി പരിശ്രമം ചെയ്യുന്നുണ്ട്. സൂറത്തുൽ ബഖറ തീരാനായിട്ടുണ്ട്. അൽഹംദുലില്ലാ. മരണപ്പെട്ടാൽ പോലും അള്ളാഹു അതിന് തക്കതായ പ്രതിഫലം നൽകും സഹോദരന്മാരെ. അപ്പൊ എപ്പോഴും ഇന്ന് തൊട്ട് മാറുക. 2.5% സക്കാത്ത് കൊടുത്തിരിക്കുക. റംസാന് പിന്നെ എല്ലാവരും നോമ്പ് നോക്കുമ്പോൾ മുസ്ലിങ്ങളും നോമ്പ് നോക്കും. ഹജ്ജ് ചെയ്യണമെങ്കിൽ ഇന്ന് ആരോഗ്യം സമ്പത്തുണ്ട്, ഇന്ന് തീരുമാനിക്കുക, അടുത്ത ഞാൻ ഹജ്ജിനെ ഇൻഷാ അള്ളാ ഞാൻ ഹജ്ജ് ചെയ്തിരിക്കും. എന്തുകൊണ്ടാ സഹോദരന്മാരെ? ഇന്ന് നിയത്ത് ചെയ്ത് ഞാൻ നാളെ മരണപ്പെട്ടാൽ എനിക്ക് ഹജ്ജിന്റെ പ്രതിഫലം അള്ളാഹ് മഹാകാരുണ്യവാനാ. അള്ളാഹുവിന്റെ ഖജനാവ് പറഞ്ഞത് ഒരിക്കലും തീരാത്തതാണ്. പക്ഷെ നമ്മുടെ കുഴപ്പമുള്ള നിഷ്കളങ്കതില്ല. നമ്മൾ 5 നേരം കൃത്യമായിട്ട് ജമാഅത്ത് പോയി തുടങ്ങണമെന്ന് നിഷ്കളങ്കമായി നിയത്ത് ചെയ്ത് നോക്ക്. ഒരു പണ്ഡിതൻ പറഞ്ഞതാ, നിങ്ങൾ 5 നേരം പള്ളിയിൽ പോകുന്ന വ്യക്തിയാണ്, പിന്നെ നിങ്ങൾക്ക് മരിക്കാനും പേടിയില്ല. എന്തുകൊണ്ടാ? ഞാൻ പള്ളിയിൽ പോകുന്ന എന്തിനാ? എൻ്റെ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് എൻ്റെ വിഷമം പറയാ. എനിക്ക് ചോദിക്കാൻ ഒരുപാടുണ്ട്. എനിക്ക് എൻ്റെ റബ്ബിന്റെ അടുത്ത് സംസാരിച്ച് എനിക്കൊരു ആശ്വാസം കിട്ടും. അപ്പൊ പിന്നെ ഞാൻ എൻ്റെ റബ്ബിനെ നേരിട്ട് കാണാൻ പോകുമ്പോൾ എന്തിനാ ബുദ്ധിമുട്ട് സഹോദരന്മാരെ? അതിനാണ് സൂറത്തുൽ ഫുസ്സിലത്തിലും പലയിടത്തും പറഞ്ഞത്, അബ്ശിറൂ ബിൽ ജന്ന, സ്വർഗത്തിന്റെ വാക്ക് പറയും. വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ വലാ തഖാഫൂ വലാ തഹ്സനൂ. ഒന്നിനെയും പറ്റി ദുഃഖിക്കണ്ട, ഒന്നിനെയും പറ്റി ഭയപ്പെടണ്ട. സുബ്ഹാനല്ലാഹ്.
മലക്കുകൾ ഇറങ്ങാൻ പോകുമ്പോൾ പറഞ്ഞ സഹോദരന്മാരെ, ഈ ദുനിയാവിനെ പറ്റി നീ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട. ഒരു വിഷമം ഉണ്ടാവില്ല. എന്താ, ഞാൻ ദുനിയാവിന് വേണ്ടിയല്ല ജീവിച്ചത്. വയനാട്ടിൽ ഏക്കർ കണക്കിന് സ്ഥലം ഉണ്ടാക്കാൻ വേണ്ടിയല്ല ഞാൻ ജീവിച്ചത്. എനിക്ക് ഏറ്റവും വലിയ കൊട്ടാരം, പേരും പ്രശസ്തിയും സ്ഥാനമാനങ്ങളും വേണമെന്ന് അള്ളാഹു കൊണ്ട സത്യം, അതിനു വേണ്ടിയല്ല നമ്മൾ ജീവിച്ചത്. അപ്പൊ അതെല്ലാം വിട്ടേച്ച് പോകുന്ന എനിക്ക് എന്താ മടി? എന്റെ വീട് എന്റേതായിരുന്നില്ല, അതെന്റെ മരണശേഷം എന്റെ ഭാര്യ മക്കളുടേതാകും. പിന്നെ നാളെ അങ്ങോട്ട് പോകുന്നൊരു ഖബറുണ്ട്, എന്തിനാ പേടിക്കുന്നത്? അവിടെ ഒന്നും പേടിക്കണ്ട, ഭയപ്പെടേണ്ട. അപ്പൊ ദുഃഖവും ഇല്ല, ഭയവും ഇല്ല. ഈ ഒരു അവസ്ഥയിൽ ഞാൻ നിങ്ങൾ ഇന്ന് ഇപ്പോൾ എത്തിയിട്ടുണ്ടോ ചിന്തിക്കുക സഹോദരന്മാരെ. അങ്ങനെയാണെങ്കിൽ ഇന്നാണ് എന്റെ മരണത്തിന്റെ ദിവസമാണ്, ഒന്നും ഭയപ്പെടണ്ട. ഇനി പോരാ, നമ്മുടെ ഹൃദയത്തിന്റെ വികാരങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. എനിക്ക് ആരോടും ഒരു വിദ്വേഷം, അസൂയ, വെറുപ്പ്, പക ഒന്നും ഉണ്ടാവരുത് സഹോദരന്മാരെ, ഒന്നും ഉണ്ടാവരുത്. മനസ്സിലെപ്പോഴും നിഷ്കളങ്കമായ ഹൃദയം കൊണ്ട് നടക്കുക. അപ്പൊ എളുപ്പമായിരിക്കും മരിക്കാൻ. ആരോടും വെറുപ്പില്ല, നല്ല മനസ്സോടെ നടക്കുക. എല്ലാവർക്കും നല്ലത് വരണേ. എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും നമുക്ക് എല്ലാവർക്കും സ്വർഗം കിട്ടണേ. ചുറ്റുപാടുള്ള എല്ലാവർക്കും സ്വർഗം കിട്ടണേ. എല്ലാരും എല്ലാവിധ ആപത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണേ. എല്ലാവർക്കും നല്ല ഈമാൻ ആഫിയത്ത് ഇട്ട് കൊടുക്കണേ. ഈ ഒരു നിഷ്കളങ്കമായ മനോഭാവത്തെ ജീവിക്കുക. ഇത് വെറുതെ നാവുകൊണ്ട് ഡയലോഗ് കാര്യമില്ല സഹോദരന്മാര്. ഹൃദയമാണ് അല്ലാഹു നോക്കുന്നത്. ഇനി എന്ത് വേണം? നമ്മളെ തൊട്ടടുത്ത ആരെയും വെറുപ്പിക്കാതിരിക്കുക. നമ്മളെപ്പോഴും ഇടപഴകി ജീവിക്കുന്ന നമ്മുടെ ബാപ്പ, ഉമ്മ, നമ്മുടെ ഭാര്യ, നമ്മുടെ എണ, നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബക്കാർ, നമ്മുടെ അയൽവാസികൾ, നമ്മുടെ പള്ളി കമ്മിറ്റിക്കാർ, ഈ ജീവിതമാണല്ലോ നമ്മുടെ ദിവസമുള്ള ജീവിതം. ഇവരോട് ആരോട് വെറുപ്പിക്കല്ലേ. കടമുണ്ടെങ്കിൽ അത് ഉടനെ കൊടുത്തു വിട്ടുക. അവരെ ബുദ്ധിമുട്ടിക്കില്ലാരും. എന്തുണ്ടാ, ഇന്ന് ചിലപ്പോൾ ഞാൻ പള്ളിയിൽ നിന്നായിരിക്കും മരിക്കാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് മരിക്കാൻ പോകുമ്പോൾ എൻ്റെ ഹൃദയത്തിലെ വികാരം, എനിക്ക് ചുറ്റുപാടുമുള്ള എല്ലാവരും ഞാൻ നിലത്തിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. എൻ്റെ ചുറ്റുപാട് പള്ളി കമ്മിറ്റിക്കാർ, എനിക്ക് എല്ലാവരോടും സ്നേഹമുള്ളൂ. എന്നെ അവരാരും വെറുപ്പിച്ചില്ല. അപ്പൊ അവർക്ക് എല്ലാവർക്കും എന്നോട് സ്നേഹം ഉണ്ടാവുള്ളൂ. ഞാനിനി വീട്ടിൽ നിന്ന് എൻ്റെ ഭാര്യയുടെ മടിയിൽ കിടന്ന് മരിക്കാൻ പോകുന്നത്. ഞാൻ ഇന്ന് ഒരിക്കലും ഞാൻ ഭാര്യയുടെ അധികം അനാവശ്യമായിട്ട് ഞാൻ വഴക്ക് കൂടാറില്ല. അതുകൊണ്ട് ഭാര്യയ്ക്ക് എന്നെ സ്നേഹമുണ്ട്, എനിക്ക് ഭാര്യയോട് ഇപ്പോൾ സ്നേഹമുണ്ട്. അങ്ങനെ ഓരോ ദിവസം വെച്ച് ജീവിച്ചു നോക്കൂ സഹോദരന്മാരെ. അങ്ങനെ നമ്മൾ ആരോട് തെറ്റി നിൽക്കില്ല, കുടുംബബന്ധം മുറിക്കില്ല, എനിക്ക് ആരോട് വെറുപ്പില്ല. ഇനി ഞാൻ എന്തെങ്കിലും അഥവാ ഭാര്യ മക്കളുടെ അടുത്തോ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ദേഷ്യം മാറ്റി ഉടനെ അപ്പം തന്നെ അസ്തഗ്ഫിറുല്ലാഹ് അള്ളാഹിന്റെ അടുത്ത് പറഞ്ഞ് അവരുടെ അടുത്ത് പശ്ചാത്തപിക്കും. അവരുടെ അടുത്ത് പറയും, സോറി കേട്ടോ, പുറത്തു തരണേ. ഈ നിമിഷം ഞാൻ ആരോടൊക്കെ എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഈ നിമിഷം പോയിട്ടൊന്ന് പറയാം. നമ്മുടെ ബാധ്യത നല്ല പറയാം. ചിലപ്പോൾ അവർക്ക് വെറുപ്പുണ്ടായിരിക്കും, അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അവരോട് പറയാം, അതാ ഒന്ന് പുറത്തിറങ്ങണേ. അങ്ങനെ ആകുമ്പോൾ നമ്മളോട് ആർക്കും ദേഷ്യം ഉണ്ടാവില്ല സഹോദരന്മാരെ. തീർച്ചയായിട്ടും ഇപ്പൊ ആദർശപരമായിട്ട് എന്നെ ഒരുപാട് പേർക്ക് എന്നോട് ശത്രുത ഉണ്ടാവും. അല്ലാഹു അലം, അത് അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ, ഇതായി തെറ്റു കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞ തൊട്ടടുത്ത ബന്ധുക്കൾക്കും കുടുംബാംഗങ്ങളോടൊക്കെ എല്ലാവരോടും നല്ല വിധത്തിൽ പെരുമാറുക. അവർക്ക് നല്ലത് വരണമെന്ന് പ്രാർത്ഥിക്കുക, അവരെ സ്നേഹിക്കുക. അങ്ങനെ അവരൊരുപാട് സ്നേഹിക്കുമ്പോൾ അവർ നമ്മൾ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ആകുമ്പോൾ ഞാൻ ഇന്ന് കിടപ്പിലാണ്, ഞാൻ മരിക്കാൻ പോവാണെങ്കിൽ അവർക്ക് ഒരുപാട് ദുഃഖം ഉണ്ടാവും. എല്ലാവർക്കും ഞാൻ പോകുന്നതിൽ ദുഃഖം ഉണ്ടാവും. എന്നെ കൊണ്ട് ഒരുപാട് പേർക്ക് ഗുണമുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എൻ്റെ നഷ്ടം പറഞ്ഞ് അവരുടെ ഹൃദയത്തിൽ വല്ലാതെ വേദനിക്കും. അങ്ങനെ വേദനിക്കുമ്പോൾ ആ മരണപ്പെട്ട ദിവസമെങ്കിലും, അതിനുശേഷം എത്രത്തോളം ദിവസം ഉണ്ട് അറിയില്ല, മരണപ്പെട്ട ദിവസം എൻ്റെ മയ്യത്തിന്റെ മുന്നിലെങ്കിലും അവർ നിഷ്കളങ്കമായിട്ട് പറയും, അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹംഹു, അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹംഹു. എപ്പോഴും ഞാൻ എല്ലാവരുടെ അടുത്തും പ്രാർത്ഥിക്കാൻ പറയാറുണ്ട്. ഞാൻ ഒന്നും തന്നെ ആരോടും ഇന്നവരെ ആവശ്യപ്പെട്ടിട്ടില്ല, ഒരു നയാ പൈസ ആവശ്യപ്പെട്ടിട്ടില്ല. എന്നെ ഒരുപാട് ബഹുമാനിക്കണം, എന്നെ കണ്ടാൽ മൈൻഡ് ചെയ്യണം, പുഞ്ചിരിക്കണം, ഒന്നും തന്നെ ആവശ്യപ്പെട്ടില്ല. മറിച്ച് എപ്പോഴും പറയാറുള്ളത്, ജീവനോടുള്ളിടത്തോളം കാലം എൻ്റെ ഈമാനും ആഫിയത്തിനു വേണ്ടി എനിക്കും എൻ്റെ കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിക്കണേ. പോരാ, മരണത്തിന് ശേഷം എനിക്ക് മഗ്ഫിറത്തും മർഹമത്തിനും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണേ. പറ്റുവാണെങ്കിൽ എൻ്റെ മയ്യത്ത് നമസ്കരിക്കാൻ വരണേ എന്ന് ആത്മാർത്ഥമായിട്ട് വിനീതമായ ഒരു അഭ്യർത്ഥനയാ സഹോദരന്മാരെ. എപ്പോഴും പ്രാർത്ഥിക്കുക. അല്ലാഹു നമ്മളെല്ലാവരുടെയും ഈമാൻ ഒരുപാട് വർദ്ധിപ്പിച്ചിട്ട് തരട്ടെ. ഏറ്റവും നല്ല ഈമാന്റെ അവസ്ഥയിൽ എന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് മരിക്കാനുള്ള വലിയ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, സുജൂദിലായിരിക്കെ, ഖുർആൻ ഓതുമ്പോൾ, പള്ളിയിൽ വെച്ച് യൗമുൽ ജുമുഅ, റമളാൻ അവസാനത്തെ 10 ഏറ്റവും നല്ല സ്ഥലത്തായ മസ്ജിദ് നബവി, അള്ളാഹു ഏറ്റവും നല്ല ഈമാന്റെ അവസ്ഥയിൽ എന്നെ മരിക്കാൻ നമ്മൾ ഓരോരുത്തർക്കും വലിയ ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹുവേ. ആമീൻ. നമ്മുടെ ഏറ്റവും നല്ല ദിവസം പറയും, നമ്മുടെ അവസാനത്തെ ദിവസമാക്കി തീർക്കണേ റഹ്മാനായ റബ്ബേ. നമ്മുടെ ഏറ്റവും നല്ല പ്രവർത്തനം അവസാനത്തെ പ്രവർത്തനമാക്കി തീർക്കണേ റബ്ബേ. നമുക്ക് ഏറ്റവും നല്ല നിമിഷം അല്ലാഹുവേ, നല്ല ഈമാനോട് മരണപ്പെട്ട് നിന്നെ കാണുന്ന നിമിഷമാക്കി തീർക്കണേ റബ്ബേ.
ഏറ്റവും നല്ല നിമിഷം നിന്നെ കണ്ടുമുട്ടുന്ന ദിവസമാക്കി തീർക്കണേ റബ്ബേ. ആമീൻ 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 യാ അർഹമുർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.